മക്കളെ, ഗംഭീര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ജീവിതത്തിൽ ഒരു ലഹരി കണ്ടെത്തി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം നിങ്ങളുടെ ലഹരി സംഗീതമാണ്. നിങ്ങൾക്ക് അഭിമാനിക്കാം ഇവിടെ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിലെ കുട്ടികളുടെ കൂടെ വന്ന് പെർഫോം ചെയ്തതിന്. മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഇത്തരത്തിൽ നിങ്ങളുടെ മക്കളെ വാർത്തെടുത്തതിന്. ഞാൻ ഈയിടെ ഖത്തറിൽ പോയപ്പോഴേ ഒരമ്മ എന്നോട് ചോദിച്ചു, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും മക്കളെ നാട്ടിലേക്ക് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഏകദേശം സത്യമാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാവരും അങ്ങനെയാണ് എന്നൊന്നും ചിന്തിക്കരുത്. ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ആയി പോകുന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും മയക്കുമരുന്നിൻ്റെ ഡ്രഗ്സിൻ്റെ അടിമത്തത്തിലേക്ക് ആളുകൾ വീണു പോകുന്നതും അതുപോലെ തന്നെ റാഗിങ്. ഇതൊക്കെ അവിടെ എല്ലാ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടംപോലെ അവർ കേട്ടുകൊണ്ട് വല്ലാതൊരു ഭയപ്പാടോട് കൂടിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ലഹരി ഉണ്ടായിരുന്നു. എൻ്റെ ലഹരി എന്ന് പറയുന്നത് മാജിക് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ലഹരി എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററാണ്. ഇനി കാസർഗോഡ് തുടങ്ങാൻ പോകുന്ന ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്നൊരു വലിയ സ്വപ്നമാണ് ഇപ്പം എൻ്റെ ലഹരി. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്കൊരു ലഹരി ഉണ്ടാവണം. ആ ലഹരിക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, രണ്ടാമത്തേത് എന്തിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യം. എന്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ +2 ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു കോളേജ് കുമാരന്മാരാകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ മുതിർന്ന കുട്ടികളാകുമ്പോൾ, യങ്സ്റ്റേഴ്സ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങളൊരു സ്വാതന്ത്ര്യം നേടുന്നുണ്ട്, ഇല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ അധ്യാപകരുടെ ആ പിടിമുറുക്കത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം നേടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോളേജിലേക്കൊക്കെ പോകുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യം എന്തിനു വേണ്ടി എന്ന് തീരുമാനിക്കപ്പെടുന്നത് നിങ്ങളാണ്. ഇപ്പോൾ ഒരു ശലഭം, ഒരു പൂമ്പാറ്റ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ലാർവ, അതിനുശേഷം പുഴുവായിട്ട് മാറുന്നു, അതിൽ നിന്ന് അതൊരു പൂമ്പാറ്റയായിട്ട് പറന്നുയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യമാണ് അവിടെ. ആ പൂമ്പാറ്റ എന്തിനു വേണ്ടിയായിരിക്കണം? അത് പൂവിൽ നിന്ന് മധു നുകരാനുള്ള ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കണോ, അതോ ആളിപ്പടരുന്ന തീയിൻ്റെ സൗന്ദര്യം കണ്ട് അതിലേക്ക് ചാടിയിട്ട് ചാമ്പലാവണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ശലഭമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്വാതന്ത്ര്യം, ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുമ്പോൾ, ഉപയോഗിക്കുന്ന സമയത്ത് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം. മോശം കൂട്ടുകെട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വം അവിടെ ഇല്ലാതാവും. നിങ്ങൾ ആ വ്യക്തിത്വം ആത്മഹത്യ ചെയ്യപ്പെടും. ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഗീതം എന്ന് പറയുന്നതായിരിക്കണം നിങ്ങളുടെ ലഹരി. പഠനമായിരിക്കണം നിങ്ങളുടെ ലഹരി. അതിലൂടെ ഉയർന്നുയർന്നു പോവുക എന്ന് പറയുന്നതാണ് ആയിരിക്കണം നിങ്ങളുടെ സ്വപ്നം. ജീവിതകാലം മുഴുവൻ നല്ല ചിന്തകളുമായിട്ട് നല്ല ലഹരിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.